ഈ വർഷം നടത്തിയ ഏറ്റവും ശക്തമായ ഒരു വ്യോമാക്രമണത്തിൽ ഉക്രൈൻ തലസ്ഥാനമായ കീവിനെ റഷ്യ തകർത്തിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ അതിശക്തമായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് 27 പേരെങ്കിലും കൊല്ലപ്പെടുകയും 90-ൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവ് നഗരത്തിൽ ഉടനീളമുള്ള 130ഓളം കെട്ടിടങ്ങൾ തകർന്നതായാണ് പ്രാഥമിക വിവരങ്ങൾ. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഈ വർഷം തലസ്ഥാന നഗരി നേരിടുന്ന ഏറ്റവും മാരകമായ ഒരു ആക്രമണമാണ്. രാത്രിയിൽ 74 മിസൈലുകളും 496 ഡ്രോണുകളുമാണ് റഷ്യ ഉക്രൈന് നേരെ തൊടുത്തുവിട്ടതെന്ന് ഉക്രൈൻ വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് കീവിന്റെ ആകാശം ആകെ കറുത്ത പുകയാൽ മൂടിയിരുന്നു. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള തിരച്ചിലും തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളും അടിയന്തര രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ഡിനിപ്രോ നദിയുടെ കിഴക്കൻ തീരത്തുള്ള 9 നിലകളുള്ള ഒരു പാർപ്പിട സമുച്ചയത്തിലാണ് ആക്രമണം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. മിസൈൽ പതിച്ച് ഈ കെട്ടിടത്തിന്റെ 64ഓളം ഫ്ളാറ്റുകൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റഷ്യൻ ആക്രമണം കാരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡാണിൻസ്കി ജില്ലയിൽ 16 നിലകളുള്ള മറ്റൊരു കെട്ടിടത്തിലും നാശമുണ്ടായി. ആളുകൾ ഉള്ളിൽ കുടുങ്ങുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഷെവ് ചെങ്കിസ്കി ജില്ലയിൽ ഒരു പാരാമെഡിക്കിന് അതീവ ഗുരുതരമായി പരിക്കേറ്റതായും അവിടെയുള്ള ഹോട്ടലിനും 5 നില കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചതായും മേയർ വിറ്റാലി ക്ലിഷ്കോ വ്യക്തമാക്കി. ഈ ആക്രമണത്തെ ഭീകരതയുടെ രാത്രി എന്ന് വിശേഷിപ്പിച്ച വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ ഉക്രൈന് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഖ്യരാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം രാജ്യത്തുണ്ടായ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ അയർലൻഡ് സന്ദർശനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കീവിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. തകർന്നു വീണ പാർപ്പിട സമുച്ചയം നേരിട്ട് സന്ദർശിച്ച അദ്ദേഹം ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടാണ് കാരണമെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വരുത്തിയ കാലതാമസമാണ് ഇത്രയും വലിയൊരു മനുഷ്യനാശത്തിന് കാരണമായതെന്ന് സെലൻസ്കി തുറന്നു പറഞ്ഞു. പാട്രിയറ്റ് മിസൈലുകളുടെ ദൗർലഭ്യം പ്രതിരോധ നിരയെ ബാധിച്ചതായും ഉക്രൈൻ സേന സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഉക്രൈന്റെ സൈനിക താവളങ്ങളും ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകളും വിമാനത്താവളങ്ങളും മാത്രം ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് റഷ്യയുടെ വാദം. റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ ഉക്രൈൻ അടുത്തിടെ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയാണ് ഇതെന്നും ക്രെംലിൻ വക്താക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഷ്യയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഇത്രയും കടുത്ത പ്രത്യാക്രമണം ഉണ്ടായത്. ഉക്രൈനിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ സൈനിക സമ്മർദ്ദം ശക്തമായി തുടരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ചു പറയുകയും ചെയ്തു. റഷ്യയുടെ ഈ ക്രൂരമായ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ ഈ ആക്രമണം തികച്ചും അപലപനീയമാണെന്നും ഇത് തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്ന കൊടും ക്രൂരതയാണെന്നും ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്തോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി. റഷ്യയുടെ സൈനിക വ്യവസായ മേഖലയെ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ ശക്തമായ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലിസും അറിയിച്ചിട്ടുണ്ട്.